ഇന്ത്യ എന്നത് ഈ ബ്രാഹ്മണ്യവാദികൾ പറയുന്നത് പോലെ വേദങ്ങളുടെയും ഇതിഹാസങ്ങൾ ശ്രീബുദ്ധന്റെ നാടുകൂടിയാണ് ഇന്ത്യ എന്ന് ഇവർ അംഗീകാര മഹാവീരന്റെയും ഗുരുനാനാക്കിന്റെയും നാടാണ് ഇന്ത്യ, പാരമ്പര്യമുള്ള നാടാണ് ഇന്ത്യ. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹീനമായ ഒരു പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത് എന്ന് 1936 തന്നെ ഒരു മാതൃകയും അതിനകത്തില്ല. അദ്ദേഹം ആദ്യം ചെയ്ത വീരകൃത്യം എന്ന് പറയുന്നത് ബാലിയെ വധിക്കുകയായിരുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു യുദ്ധ പോരാളിക്കും യോജിക്കാത്ത വിധം ഒളിയമ്പെയ്താണ് ബാലിയെ അദ്ദേഹം. രാവണന്റെ കോട്ടയിൽ നിന്നും അശോകവനത്തിൽ നിന്നും സീതയെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ സീതയെ കാണാൻ ശ്രീരാമൻ കൂട്ടാക്കുന്നില്ല. മാത്രവുമല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയോടും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ സീതയോട് പറയുന്നത്. നീ ആരുടെ കൂടെ വേണമെങ്കിലും പൊയ്ക്കോളാണ് പറയുന്നത്, എനിക്ക് നിന്നെ ആവശ്യമില്ല എന്നാ പറഞ്ഞു. ഇക്കാര്യത്തിനാണോ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കേണ്ടത് എന്ന ചോദ്യത്തിന് സംഘപരിവാർ ബുദ്ധിജീവികൾ ഉത്തരം പറയണമെന്നാണ് ഞാൻ പറയുന്നത്. അതുമാത്രമല്ല, അന്ന് അഗ്നിശുദ്ധി വരുത്തിയതിനു ശേഷമാണ് ശ്രീരാമൻ സീതയെ അയോധ്യയിലേക്ക് കൊണ്ടുവരുന്നത്. സീത ഗർഭിണിയാവും. സീത ഗർഭിണിയായത് രാവണനാലാണെന്ന് ആരോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് സീത അറിയാതെ സീതയെ കാട്ടിൽ കൊണ്ടുപേക്ഷിച്ച പാരമ്പര്യമാണ് ശ്രീരാമനുള്ളത്. നമ്മൾ നോക്കണം, ഈ സ്വന്തം ഭാര്യയെ അന്യരാരോ മോശമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടുമെന്ന് കരുതി സീത ഭാര്യ പോലും അറിയാതെ അവളെ വനത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച രാമന്റെ ഏത് പാരമ്പര്യത്തിനാണ് ഞങ്ങൾ ജയ് വിളിക്കേണ്ടതെന്ന് ഇവർ പറയണം. മാത്രമല്ല, കാട്ടിൽ കിടന്ന് ലവകുശന്മാർക്ക് ജന്മം കൊടുത്ത് 12 വർഷം ജീവിച്ചിട്ടും ഒരിക്കൽ പോലും സീത ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാത്ത മാന്യനാണ് ശ്രീരാമൻ എന്ന് നിങ്ങൾ അറിയണം. ആ ശ്രീരാമന് ജയ് വിളിക്കാൻ അന്തസ്സുള്ള ഒരു ഇന്ത്യക്കാരനും തയ്യാറല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പുതിയ ജനാധിപത്യത്തിന്റെ ഭാഷ അത് തന്നെയാണ്. അതല്ലെങ്കിൽ മുടി നരച്ചുപോയ വൈറസ് കാലങ്ങളായി തന്റെ ചെറുപ്പകാലം തൊട്ട് ഇയാൾ ഇന്ന് വളർന്നിങ്ങനെ നിൽക്കുന്ന ഈ പടുവൃക്ഷം വായി നിൽക്കുന്ന നിങ്ങൾക്ക് പോലും ഈ കാലഘട്ടത്തിനിടയിൽ എവിടെയും ഞങ്ങളുടെ ആശയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം താൻ പറയുന്നത് തെറ്റാണ്. ഗുരുനാനാക്കിനെ മാത്രമല്ല, 7000 വർഷത്തിനു മേൽ പാരമ്പര്യമുണ്ടെന്നും അങ്ങേയറ്റത്തോളം പാരമ്പര്യവാദികളാണ് ഞങ്ങളെന്നും നിങ്ങൾ ഒരു ഘട്ടത്തിൽ ഞങ്ങളെ അധിക്ഷേപിക്കാറുണ്ട്. ഞങ്ങൾ ഗുരുനാനാക്കിനെയും ശ്രീബുദ്ധനെയും മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും യശസ്സിനെയും ഉയർത്തിപ്പിടിച്ച എല്ലാവരെയും അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. ലോകത്ത് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ഒലത്തി തന്നു എന്ന് പറയുമ്പോൾ അത് കണ്ട് കൈയടിക്കുന്ന തനിക്ക് പോലും തള്ളിപ്പറയാനാകില്ല, ലോകത്തിൽ യൂണിവേഴ്സിറ്റി, സർവകലാശാല എന്ന് പറയുന്ന ഒരു ആശയം പോലും പിറന്ന മണ്ണാണിതെന്ന്. അത് തള്ളിക്കളയാൻ തനിക്ക് പോലും പറ്റില്ല. ലോകത്ത് മെഡിസിൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ശസ്ത്രക്രിയയുടെ പിതാവായിട്ട് സുശ്രുതനെയും ചരകനെയും നമ്മൾ ആചരിക്കുന്നതും തനിക്ക് തള്ളിക്കളയാനാകില്ല. തനിക്ക് തള്ളിക്കളയേണ്ടത് രാമനെയാണ്. മുടി നരച്ചുപോയ വൈറസ് തലയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വൈറസുകൾ ഇതിനു മുമ്പേ കുത്തിക്കയറ്റിയിട്ടുള്ളത് കൊണ്ട് താങ്കൾ ഇപ്പോഴും അതേ പല്ലവികൾ പാടുന്നു. രാമന് സീതയെ ഡൗട്ടായിരുന്നു പോലും. രാമന് സീതയെ ഡൗട്ടായിരുന്നോ, അല്ലെങ്കിൽ രാമൻ എന്തിന് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നത് താനൊക്കെ രാമായണം ഒരു തവണയെങ്കിലും വായിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷനെങ്കിലും വായിക്കുക. നിങ്ങളുടെ കമ്മി ചരിത്രകാരന്മാർ എഴുതി വെച്ച മണ്ടത്തരങ്ങളും ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരത ഇതിഹാസങ്ങളിൽ തിരികെ കയറ്റിയ എമ്മാടിത്തരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധമായി വായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വേദനയോടുകൂടി സീതയെ ഉപേക്ഷിക്കേണ്ടി വന്ന രാമനും, സീതയെ ഓർത്ത് കാലങ്ങളോളം വിഷമിച്ച രാമനും, മക്കളെ രണ്ടുപേരെയും കയ്യെ കിട്ടിയപ്പോൾ കരഞ്ഞ രാമനും, ഒടുവിൽ സീതയെ തന്നെ ക്ഷണിച്ചപ്പോൾ ആത്മാഭിമാനമുള്ള സ്ത്രീ ആയതുകൊണ്ട് സീത രാമനൊപ്പം വരാൻ തയ്യാറാകാതെ ഭൂമി പിളർന്ന് ഭൂമിക്കടിയിലേക്ക് പോയ സീത, അതിനെ ഓർത്ത് വിലപിക്കുന്ന രാമൻ, ഉഗ്രപ്രതാപിയായും സർവശക്തനായി നിന്നിട്ട് പോലും രാമന് തന്റെ മനുഷ്യജന്മത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെ നേരിട്ട വ്യക്തിയാണ്. രാമനെ ആരാധിക്കുന്നത് രാമന്റെ വ്യക്തി ജീവിതം നോക്കിയല്ല. രാമനെ നാം ആരാധിച്ചത് രാമന്റെ ഭരണപാടവത്തിലാണ്. ശ്രീരാമൻ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പെയ്തതും, ശ്രീരാമൻ യുദ്ധത്തിൽ മുന്നിൽ നിന്നതും, ഒടുവിൽ ലക്ഷ്മണൻ മരണപ്പെട്ട് മുന്നിൽ വീണപ്പോഴും പതറിപ്പോയ രാമനെയല്ല ഞങ്ങൾക്കും അറിയാം. എന്നാൽ ഇന്നേ വരെ ശ്രീരാമൻ ഒരു സ്ത്രീയുടെയും അഭിമാനത്തിന് കളങ്കമേൽപ്പിച്ചിട്ടില്ല. ശ്രീരാമൻ ഒരിക്കലും ശ്രീലങ്ക മുഴുവൻ കീഴടക്കിയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ഇഷ്ടം പോലെ ഭോഗിച്ചോ എന്ന് പറഞ്ഞിട്ടില്ല. ശുക്ലം നിങ്ങൾ എവിടെയെങ്കിലും കളഞ്ഞോ, ജനിക്കേണ്ട കുട്ടികൾ ജനിച്ചോളും എന്ന് പറഞ്ഞിട്ടില്ല. ശ്രീരാമന്റെ രാമായണത്തിൽ എവിടെയും അച്ഛനൊപ്പം ശയിച്ച് കുട്ടികളെ സൃഷ്ടിച്ച പെൺമക്കളും ഉണ്ടായിട്ടില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് നാം രാമനെ ആരാധിക്കുന്നത്.
പിന്നെ ഇതുപോലെ മുടി നരച്ച വൈറസ് ഉള്ള ടീമുകൾക്ക് ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. ഇവർക്ക് ചില സമയത്ത് ഡബിൾ ഡാഡി സിൻഡ്രോം വരും. ഇവർ ഒരു ഘട്ടത്തിൽ പറയും രാമായണവും മഹാഭാരതവും എഴുതിയത് അധകൃതരാണെന്നും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെന്നും അവരെഴുതിയ പുസ്തകങ്ങളെയാണ് ബ്രാഹ്മണിക്കൽ ഹജിമണിയായിട്ട് ഉയർത്തിക്കൊണ്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതേ അവർ തന്നെ പറയും ഈ പുസ്തകങ്ങളൊന്നും വായിക്കരുത്, ഈ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം മോശപ്പെട്ട കാര്യങ്ങളാണ്, ഇതിനെതിരെ പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന്. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉറച്ചു നിൽക്കുക. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എഴുതിയത് കൊണ്ടാണോ രാമായണത്തിനെതിരെയും മഹാഭാരതത്തിനെതിരെയും നിങ്ങൾ ഇത്രയും കുരയ്ക്കുന്നത്? താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ രാമനെ കുറിച്ച് എഴുതിയത് കൊണ്ടാണോ നിങ്ങൾക്ക് രാമൻ തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനുമായത്? അപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ എഴുതിയ പുസ്തകങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവരുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവർ നന്മയോടുകൂടി ഈ രാജ്യത്തെ ഭരിച്ചതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ജാതീയപരമായിട്ടുള്ള ഭ്രഷ്ടുകൾ ആ സെപ്റ്റിക് ടാങ്ക് നിങ്ങളുടെ തലച്ചോറിൽ നിന്നും എടുത്ത് പുറത്തു കളയാൻ കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവർണനായിട്ടുള്ള വാൽമീകി എഴുതിയ രാമായണം വായിച്ചതിനെ അംഗീകരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ജാതി ചിന്ത നശിച്ചു എന്ന് ഞങ്ങൾ അംഗീകരിക്കാം. അതുവരെയും തലനരച്ച വൈറസ് കൂടുതൽ പടരാതെ ആന്റി വൈറസ് ഇവിടെ തന്നെ ഉണ്ടാകും.